എല്ലാവർക്കും നിറക്കൂട്ടുകൾ ബൈ അസ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് 10ാം ക്ലാസ് കേരള പാഠാവലിയിലെ കഥകളതിമോഹനം എന്ന പാഠഭാഗത്തെ വിശകലനം ചെയ്യാനാണ്. ആദ്യം ആ പാഠഭാഗം പഠിക്കുന്നതിന് മുന്നേ എഴുതിയ ആളെ പറ്റി മനസ്സിലാക്കുക. ഇത് എഴുതിയത് എഴുത്തച്ഛനാണ്. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവ്വതത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എഴുത്തച്ഛനെ പറ്റി കേൾക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്ന് തന്നെയാണ്. പ്രാചീന കവിത്രയത്തിലെ ഒരു അംഗമായ എഴുത്തച്ഛൻ 16ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകൻ, ലിപി പരിഷ്കർത്താവ് എന്നിങ്ങനെ ബഹുമുഖമായ കീർത്തിമുദ്രകൾ ഉണ്ടായിരുന്ന അതുല്യനായ കവിയായിരുന്നു അദ്ദേഹം. സദാചാരപരമായി അധംപതിച്ചു കിടന്നിരുന്ന ഒരു ജനതയെ എഴുത്തച്ഛൻ തൻ്റെ ഭക്തിമാർഗത്തിലൂടെ നന്നാക്കി അബദ്ധമാർഗത്തിൽ നിന്ന് കേരളീയരെ കൈപ്പിടിച്ചുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവും കൂടിയായിരുന്നു അദ്ദേഹം. മലയാള കവിതയ്ക്ക് മാനകമായൊരു കാവ്യഭാഷ സൃഷ്ടിക്കുന്നതിൽ എഴുത്തച്ഛൻ വിജയിച്ചു. എഴുത്തച്ഛൻ്റെ കാവ്യശൈലി ആകർഷകവും പ്രസാദാത്മകവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അധ്യാത്മരാമായണം, മഹാഭാരതം കിളിപ്പാട്ട്. എഴുത്തച്ഛൻ്റേത് വ്യക്തമായി ബോധ്യം വന്നിട്ടുള്ള കൃതികളാണ്. പിന്നെ ഭാഗവതം കിളിപ്പാട്ട്, ചിന്താരത്നം, ഹരിനാമകീർത്തം തുടങ്ങിയ കൃതികളും എഴുത്തച്ഛൻ്റെതാണെന്ന് കരുതുന്നവരും ഉണ്ട്. ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ, തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്കെ പറക നീ, നെഞ്ചം തെളിഞ്ഞ് കുറുക്കിക്കൊഴുത്ത പാൽ, പഞ്ചതാര പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ, മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തിളകിയിൽ മേളിച്ചു വെവ്വേറെ, വെച്ചിരിക്കുന്നത് എടുത്ത് ഭുജിച്ചാലോ മിച്ചയാകുന്നത് ദാഹമുണ്ടെങ്കിലോ, നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കൂട്ടി കുടിച്ചാലും ആവോളം. ഭീഷ്മസമാന നരിനിവഹത്തിനോ ഭീഷ്മർ ശരശയനത്തിൽ മേൽ വീണാറെ, തോറ്റ സൂയോധനാദികളാകിയ 100 പേരെന്തു ചെയ്തു ചൊല്ലു നീ, ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടിട്ടു ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ, വൻപനാം കർണനോടാശു സൂയോധനന അൻപോട് സേനാപതിയാക നീ എന്നാൽ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൽ, കർണസുഖം ഞാൻ പറയുകയില്ലാരോടും, ദ്രോണരാമചാരിതൻ ഞാനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിതു പട, മന്നവാ കേൾക്ക ഭരദ്വാജനന്ദ നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ, പിന്നെ ഞാൻ പക്ഷെ ഭരിക്കുന്നതുമുണ്ടു മന്നവാ സങ്കടമുണ്ടാക ഇല്ലേതും, മാനിയായുള്ള സൂയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആശയം പരിചയപ്പെടാം. സാധാരണ ചെയ്യാറുള്ളത് പോലെ കിളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുത്തച്ഛൻ ദ്രോണപർവം ആരംഭിക്കുന്നത്. അല്ലയോ പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ, നീ എൻ്റെ കർണങ്ങൾക്ക് കുളിർമയുണ്ടാകത്ത വിധം സന്തോഷത്തോടെ കഥ പറയുക. നിനക്ക് ഞാൻ കൊഴുപ്പ് കൂടിയ പാൽ, പഞ്ചതാര പൊടിയും ചേർത്ത് കാച്ചി കുഴമ്പാക്കി ഒരു വെള്ളക്കിണ്ണത്തിൽ വച്ചിട്ടുണ്ട്. കൂടാതെ നല്ല കദളിപ്പഴം നന്നായി ഉടച്ച് അതിൽ ശർക്കരയും വെല്ലവും മറ്റും ചേർത്ത് മറ്റൊരു വെള്ളിത്തളികയിൽ വച്ചിട്ടുണ്ട്. നിനക്ക് അതെടുത്ത് ഭക്ഷിക്കാം. നിനക്ക് ദാഹം തോന്നിയാൽ കുടിക്കാനായി നല്ല കരിമ്പടിൻ്റെ ചാറും കരിക്കിൻ്റെ വെള്ളവും പാലും തേനുമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ സമൃദ്ധവും ശക്തരുമായ ശത്രുസമൂഹത്തോട് മുട്ടി ഭീഷ്മർ ശരശയനത്തിൽ വീണപ്പോൾ യുദ്ധത്തിൽ പരാജയം ഏറ്റുവാങ്ങിയ ദുര്യോധനാദികളെ പിന്നെ എന്താണ് ചെയ്തതെന്ന് അല്ലയോ കിളിമകളെ നീ എന്നോട് പറഞ്ഞാലും അക്കാര്യം ഞാൻ കഴിയുന്നതും സംഗ്രഹിച്ച് പറയാം. ഇത് മഹാഭാരത യുദ്ധത്തിലെ 10ാമത്തെ ദിവസം നടക്കുന്ന കാര്യങ്ങളാണ്. ഭീഷ്മർ ശരശയനത്തിൽ വീഴുന്നതും അതിനുശേഷം മഹാഭാരതത്തിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കിളിയോട് ചോദിച്ച് ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കുന്നത്. ശരശയ്യയിൽ ഭീഷ്മർ വീണപ്പോൾ വീരനായ കർണനോട് തൻ്റെ സൈന്യത്തിൻ്റെ ആധിപത്യം ഏറ്റെടുക്കാൻ ദുര്യോധനൻ പറഞ്ഞു. കർണൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പാഴ്വാക്കുകൾ പറഞ്ഞ് ഞാൻ ആരെയും സന്തോഷിപ്പിക്കാറില്ല. അപ്പോൾ ഇവിടെ പറയുന്ന കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൽ കർണസുഖം ഞാൻ പറയുകയില്ല ആരോടും. ആ ലൈൻ്റെ അർത്ഥമാണ് പറയുന്ന പാഴ്വാക്കുകൾ പറഞ്ഞ് ഞാൻ ആരെയും സന്തോഷിപ്പിക്കാറില്ല. അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്
മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇവിടെ വീരനായ ദ്രോണാചാര്യനുള്ളപ്പോൾ സേനാപതിയാകാൻ മറ്റൊരാളെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലയോ ദുര്യോധന മഹാരാജാവെ, അങ്ങ് കേൾക്കുക. ഭരദ്വാജൻ്റെ മകനായ ദ്രോണർക്ക് തുല്യനായൊരു യോദ്ധാവ് വേറെ നമുക്കില്ല. അതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. മന്നവ കേൾക്ക ഭരദ്വാജനെന്ത നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബാക്കി നോക്കി. ദ്രോണർക്ക് ശേഷം സേനാപതിയാകാൻ ഞാൻ തയ്യാറാണ് രാജാവെ. ദ്രോണർ സേനാപതിയാവുകയാണെങ്കിൽ അങ്ങയ്ക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ അഭിമാന്യനായ ദുര്യോധനൻ ദ്രോണാചാര്യനോട് സേനാപതിയാകാൻ ആവശ്യപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തിന് സേനാപതിയാക്കി അഭിഷേകം ചെയ്യിക്കുകയും ചെയ്തു. ഇതാണ് പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കം. അതിനുശേഷം വീണ്ടും മഹാഭാരത കഥകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ ആശയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മലയാളമല്ല ഇംഗ്ലീഷ് സയൻസ് വിഷയങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ക്ലാസ് വൈസ് ആയിട്ട് അനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഇതേപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി.